വാ രണ്ടുപേരും ഇങ്ങോട്ട്. മുത്തശ്ശി മുത്തശ്ശി കുറച്ച് കഴിയട്ടെ മുത്തശ്ശി. ഒരു മിനിറ്റ് പോലും കഴിയരുത്. ഇപ്പൊ വരണം എന്റെ കൂടെ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെ ടെറസ് മുഴുവൻ കണ്ണാടി പോലെ ക്ലീൻ ആയിരിക്കണം. നടക്കണി അങ്ങോട്ട്. നടക്കങ്ങോട്ട്. ഇതിലെവിടെയെങ്കിലും എന്നിലെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ മോളെ എനിക്ക് കൈവിട്ടു പോയത് അങ്ങനെയാ. കാലങ്ങൾക്ക് ശേഷം ഞാൻ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും എന്റെ ശത്രുക്കൾ പുതിയ രൂപത്തിൽ അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വേഷം കെട്ടുകാരിയായി. ഞാനൊരു മുഖം മറച്ചവളായി അവളുടെ മുന്നിലുണ്ടായിരുന്നു. അതല്ലാതെ എന്റെ മോളോട് ഞാൻ നീതികേട് കാണിച്ചിട്ടില്ല. ഒരിക്കലും കാണിച്ചിട്ടില്ല. മേഡം, മേഡം കുറച്ച് വെള്ളം എടുക്കും. ഇതാ മേഡം, ഇനിയൊന്നും പറയണ്ട. ഈ കഷ്ടപ്പാടിന്റെ ആഴമൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്ന് വരെ മേഡം ഒറ്റയ്ക്ക് ചുവന്ന് നടന്നിരുന്ന സങ്കടങ്ങൾ ഇനി നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങ് കൈകാര്യം ചെയ്യാൻ പോവാം. ചെറിയമ്മ ഇത് കണ്ടോ? ചെറിയമ്മ കൈയാകെ ചുമന്നു. നിനക്ക് കൈക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ. എനിക്ക് ആ ഇരിപ്പിരുന്നിട്ട് നടു അനക്കാൻ വയ്യ. ആദ്യം ആയോണ്ട ഉർവശി, ഇനി പോകെ പോകെ ശീലം ആയിക്കോളൂ. എന്നും അത് ചെയ്യാൻ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ, നിനക്ക് വല്ലാത്ത പരാതിയായിരുന്നല്ലോ അമ്മ ഉത്തരവാദിത്വം മുഴുവൻ എന്നെയാ ഏൽപ്പിക്കുന്നത്, നിന്നെ ഒന്നും ഏൽപ്പിക്കുന്നില്ലാന്ന്. ആ, ഇനിയിപ്പോ എന്തായാലും ആ പരാതി കാണില്ലല്ലോ. ഇപ്പോ ലോകത്തെ എല്ലാ സ്ഥലത്തും മിക്സിയിലാ ഉഴുന്നു അരി ആട്ടുന്നത്. ഇവിടെ മാത്രം എന്താ ഇപ്പൊ ഇങ്ങനൊരു പരിപാടി? ആ, മിക്സിയിൽ അരക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഏട്ടത്തി ആട്ടിയെടുത്താല്. അതെ, അച്ഛനും മുത്തശ്ശിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതാർക്കാ ഇത്രയും ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും എടുക്കണം. പിന്നെ കുറച്ച് ഫിദ മാഡത്തിനും കൊടുക്കണം. ഓ, അപ്പൊ ഇവിടുന്ന് ഫിദ മാഡത്തിന്റെ വീട്ടിലേക്ക് കള്ളക്കടത്തൊക്കെ ഉണ്ടോ? ദേ, ആവശ്യമില്ലാത്ത കാര്യം പറയരുതേ. ഇവൾ അമ്മയെ പോലെ സ്നേഹിക്കുന്ന സ്ത്രീയല്ലേ അവര്. ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നോണ്ട് എന്താ? അല്ല, ഈ ഫിദ മാഡത്തിന് എന്തിനാ ഇവള് അമ്മയെന്ന് വിളിക്കുന്നത്? എനിക്ക് യശോദ അമ്മയെ പോലെ തന്നെയാ ഫിദ മാഡം. ഓ, അത് ചിലപ്പോ ശരിയായിരിക്കും. സ്വന്തമായിട്ട് അമ്മ ഇല്ലാത്തത് കൊണ്ടേ നാട്ടിൽ കാണുന്ന എല്ലാ സ്ത്രീകളെയും കയറി അമ്മയെന്ന് വിളിക്കാലോ. അത് ശരിയാ. കൽപ്പനെ, കൽപ്പന പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഏടത്തേക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട്. അതുകൊണ്ട് ഏട്ടത്തി വേറെ ആരെങ്കിലും സ്വന്തം അമ്മയെന്ന് പറഞ്ഞു നടക്കോ? അല്ല, വരുൺ നടക്കോ അങ്ങനെ? ആ, തന്തയും തള്ളയും ഇല്ലാത്തവരുടെ ഒരു യോഗം. അയ്യോ,
രണ്ടുപേർക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലേ? ആ ഉവ്വമ്മേ, ആട്ടുകല്ലിൽ അരയ്ക്കുമായിരുന്നില്ലേ ഈ നേരം വരെ. ക്ഷീണം മാറാൻ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? ആ ടെറസിലെ മൊത്തം ചെളി പിടിച്ച് കിടക്കുക. ഇടയ്ക്ക് 1-2 മഴയും പെയ്തല്ലോ, കുറച്ച് പുല്ലും വളർന്നിട്ടുണ്ട്. 2 പണിക്കാരെ അന്വേഷിച്ചിട്ട് അവന്മാരുടെ ജാടയാണെങ്കി പറയണ്ട. മോളെ കൽപ്പനെ, ഓ നീ ഒരച്ച് കഴുകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ, നമുക്കതങ്ങ് കളഞ്ഞേക്കാം. അയ്യോ മുത്തശ്ശി, അയ്യോ പേടിക്കണ്ട, വെറും വെള്ളമൊഴിച്ച് ചെയ്താ മതി. സോപ്പെടുത്താലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. അയ്യോ, എനിക്ക് ഇപ്പൊ തന്നെ എന്റെ നടു എനിക്ക് കൂടാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിന്റെ നാട് ഞാൻ ചവിട്ടി ഓടിക്കും. നിനക്ക് രാധികയുടെ അമ്മയെ പറയണോ അല്ലേടി? അങ്ങനെ അവളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നീ ഒന്നും സുഖിക്കണ്ട. വാ രണ്ടുപേരും ഇങ്ങോട്ട്. മുത്തശ്ശി മുത്തശ്ശി കുറച്ച് കഴിയട്ടെ മുത്തശ്ശി. 1 മിനിറ്റ് പോലും കഴിയരുത്. ഇപ്പൊ വരണം എന്റെ കൂടെ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെ ടെറസ് മുഴുവൻ കണ്ണാടി പോലെ ക്ലീൻ ആയിരിക്കണം. നടക്കണി അങ്ങോട്ട്. നടക്കങ്ങോട്ട്. ഇനി കരയില്ലെന്ന് വലിയ കാര്യത്തില് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ കണ്ണു നിറച്ചേ? അത് അമ്മയെ പറ്റി പറഞ്ഞപ്പോ പോട്ടെ, രണ്ടുപേരും അതൊക്കെ എടുത്തു വെച്ചിട്ട് ടെറസിലേക്ക് വാ. അവളുമാർക്കുള്ള ശിക്ഷ നേരിട്ട് കാണാം. വാ. അമ്മയിന്ന് നല്ല ഫോമിലല്ലേ മോളെ? നിന്നെ കരയിച്ച കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. എന്റെ മോളുടെ മുമ്പിൽ എനിക്കൊരു മുഖംമൂടി അണിയേണ്ടി വരില്ലായിരുന്നു. പക്ഷെ പ്രസവിച്ച അമ്മ എന്തെങ്കിലും നേരിട്ട് കണ്ട അവരെ എനിക്ക് വെറുപ്പായിരിക്കുമെന്ന് പറഞ്ഞു. എന്റെ ധൈര്യമൊക്കെ ചോർന്നുപോയി. അവിടെ ഞാൻ കണ്ടെത്തിയ മാർഗം ഫിദ. ഇപ്പൊ അവൾ എൻ്റെ അടുത്തുണ്ട്. ഞാൻ അവളെ ചേർത്ത് പിടിക്കാറുണ്ട്, ഉമ്മ വെക്കാറുമുണ്ട്. അമ്മ എന്ന് അവൾ എന്നെ പറയുന്ന. പക്ഷെ സ്വന്തം ഐഡന്റിറ്റി വെളിവാക്കാൻ എനിക്ക് ധൈര്യമില്ല വരുൺ. ശ്യാമ മേഡം ഇനി ഈ കാര്യത്തിൽ വിഷമിക്കേണ്ടി വരില്ല. നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുക്കുക.